നമസ്കാരം. നമസ്കാരം. ആരിപ്പത്? സുലൈമാനോ? എവിടെ പോണു? നിങ്ങളൊന്ന് കാണാൻ വന്നതാ. കയറിയിരിക്കൂ. എനിക്ക് കുറച്ച് തേങ്ങ വേണം. അതെന്തിനാ സുലൈമാനെ ചോദിക്കുന്നേ? അനക്ക് ഇഷ്ടമുള്ളടത്തോളൂ. അങ്ങനെ ചോദിക്കാതെ എടുത്താൽ നമുക്കത് ഹറാമാണ്. താനൊരു സത്യവിശ്വാസിയാണല്ലോടോ. എനിക്കൊരു 100 തേങ്ങ മതി. അതിനെത്ര കാശാ വേണ്ടത്? താൻ കാശൊന്നും തരണ്ട. തനിക്ക് 100 200 എടുത്തോളൂ. ഇപ്പൊ നമുക്ക് ഹലാലായി. ഇപ്പോ ബ്രോക്കറി പണൊന്നും ഇല്ലടോ. ബ്രോക്കർ ജോലിയൊക്കെ ഉണ്ട്. ഒന്ന് നോക്കണോ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പിന് നല്ലതാ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. എനിക്ക് കുറച്ച് പൈസ വേണം. അവിടെയാണ് നമ്മൾ തമ്മിൽ തെറ്റല്. അതെന്താ സുലൈമാനജി അങ്ങനെ പറയുന്നത്? എടാ മൂസക്കുട്ടിയെ, ലോക്യം നിലനിൽക്കണമെങ്കിൽ പൈസ ഇടപാട് പാടില്ല. എൻ്റെ കയ്യിലില്ലാത്ത കൊണ്ടല്ല ഞാൻ എൻ്റെ മുമ്പിൽ വന്നത്. ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുമ്പിൽ വരുമോ? ഈ നാളെ വാ. സുലൈമാനെ, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. എന്നെ സീപ്പാക്കല്ല. സുലൈമാനെ, ഒരു കല്യാണം നടന്നാൽ എത്ര കിട്ടും? 10,000, 15,000, 20,000, 25,000 ഒക്കെ കിട്ടും. പാർട്ടിയുടെ ഘടകം അനുസരിച്ച് ഒക്കെ കിട്ടും. ഒരു കല്യാണം തട്ടിമുട്ടി നടന്നാൽ പൈസ തന്നെയാണ്. അതെന്തിനാ തട്ടിമുട്ടിയത്? നേരെ നടക്കുമല്ലോ. അല്ല, ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. നമ്മള് തട്ടലും മുട്ടലും ഒന്നുമില്ല. സീതാ സീത. അത് മനസ്സിലായില്ല. സീതാ സീത. നിങ്ങളെ ഈ തട്ടിമുട്ടി വരെ ഒരു സ്റ്റെപ്പിന് കാണുന്നു തോന്നുന്നുണ്ട്. സുലൈമാനെ, ഒരു വണ്ടിയാണെങ്കിൽ അതിന് സ്റ്റെപ്പിന് വേണ്ടേ? വണ്ടിക്ക് സ്റ്റെപ്പിനുണ്ട്. ഞമ്മക്ക് എന്തുകൊണ്ട് സ്റ്റെപ്പിന് വെച്ചുകൂടാ? സ്റ്റെപ്പിന് ഒന്ന് വേണം. അതിന്റെ വില ഇന്നലെയാണ് മനസ്സിലായത്. അതെന്തുണ്ടായി? അതൊന്നും തന്നോട് പറയാൻ പറ്റൂല. അപ്പൊ തട്ടി മുട്ടി ഒരു സ്റ്റെപ്പിന് ആവശ്യമായിട്ടുണ്ട്. നല്ലൊരു സ്റ്റെപ്പിന് കിട്ടുമോ? അതിനെന്താ, നമ്മളെ പണി അതല്ലേ. പൈസ ലേശം കൂടും. പൈസ കൂടിക്കൊണ്ടോ. 5 സെന്റ് സ്ഥലം, ഒരു വീടും കാറ്റി കൊടുക്കാം. അത് മതി. വീട്ടിക്ക് കൊണ്ടുപോകില്ല. വീട്ടിക്ക് കൊണ്ടുപോയാലേ മറ്റവള് വിപ്ലവം ഉണ്ടാക്കും.